ഏറെ വൈകിയെങ്കിലും നാളെ മുതൽ സൈന്യത്തിന്റെ സഹായം അടക്കം തേടി കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയ മെഷീനറീസ് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുമെന്നാണ് SP നമ്മോട് പ്രതികരിച്ചത്. നമ്മൾ ഇപ്പോൾ കണ്ണാടിക്കലിലേക്കാണ്. അർജുന്റെ നാട്ടിൽ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചതിൽ പ്രതിഷേധമുണ്ട്. അഭിജിത്ത് പൂപ്പറമ്പ് അവിടെ നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഇന്ന് തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അർജുന്റെ സഹോദരി അടക്കം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ സൈന്യത്തിന്റെ സഹായം തേടിയിരിക്കുന്നു എന്ന് SP തന്നെ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതിഷേധം തുടരുകയാണ്. സുഹൈൽ, ഒരു നാടൊന്നാകെ അർജുന്റെ മടങ്ങിവരവ് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കണ്ണാടിക്കലിൽ അല്പസമയം മുൻപാണ് നാട്ടുകാർ ഒന്നാകെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. നമുക്ക് കാണാം, ഒരു പോസ്റ്ററും എന്തിക്കൊണ്ടാണ് അവരുടെ ഈ പ്രതിഷേധം. സേവ് അർജുൻ എന്ന് എഴുതിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക, ഡിമാൻഡ് ഫോർ ആർമി റെസ്ക്യൂ. ഇത്തരത്തിൽ ആർമിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴുള്ള മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. അത് ഒരു പ്രതിഷേധത്തിന്റെ രീതിയിൽ അവർ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച അത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത്. ചേട്ടാ, എന്താണ് നമ്മളിപ്പം രക്ഷാപ്രവർത്തനത്തിന്റെ അകത്ത് കാണിക്കുന്ന ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്ക്, അതിനെതിരെയാണോ നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം? തീർച്ചയായിട്ടും ഈ ഇപ്പോൾ കാണുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ അകത്ത് വേഗത പോരാ എന്നുള്ളതാണ്. പൂർണ്ണമായി ഇനിയുള്ള സമയത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താതെ സമയം വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രാവിലെ തുടങ്ങിയതിൽ രാത്രിയിൽ നിശ്ചിത സമയത്ത് അവസാനിപ്പിക്കുക. ഇന്നലെ അങ്ങനെ ചെയ്തു, ഇന്നും അതേപോലെ രാവിലെ തുടങ്ങിയിട്ടുള്ള രാത്രിയിൽ അവസാനിപ്പിക്കുന്നു. ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ജീവൻ ലഭ്യമാവണമെങ്കിൽ എന്ത് വേണം? ഈ അന്വേഷണങ്ങളും ഈ വീണ്ടെടുക്കലും ത്വരിതഗതിയിൽ നടത്തണ്ടേ? ഇന്ന് രാജ്യത്തുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാത്രിയിലും വെളിച്ചം അവിടെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഊർജിതപ്പെടുത്തണ്ടേ? അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, സൈന്യത്തിന്റെ സഹായം തേടാനുള്ള ഒരു നീക്കം അവിടെയുള്ള പോലീസ്. ഞാൻ തിരികെ വരാം. ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജു നമ്മോടൊപ്പം ചേരുന്നു. അഞ്ജു, ഇപ്പോൾ SP 24 പ്രതികരിക്കുകയുണ്ടായി. അഞ്ജു നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ സൈന്യത്തിന്റെ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ SP തന്നെ പറയുന്നു നാളെ രാവിലെ പുനരാരംഭിക്കുന്ന തെരച്ചിലിൽ സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ രാഘവൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസ്ക്യൂ നിർത്തി വെച്ചത് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേണുഗോപാൽ സാറിനെ, സുരേഷ് ഗോപി സാറിന്റെ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. അവിടുന്ന് ഓഫീസിൽ നിന്ന് വേറെ ആരോ ആണ് എടുത്തത്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൈന്യം വേണം എന്നുള്ള രീതിയിൽ. നമ്മൾ നേരത്തെ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം, റെസ്ക്യൂ നിർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവരൊക്കെ ഇൻഫോം ചെയ്തിട്ട് ഒരുപാട് വിളിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ സാറ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ കാര്യം, നാളെ രാവിലെ സൈന്യം എത്തും ഉറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്താണെങ്കിലും നാളെ രാവിലെ കാണാം അവര് എത്തോ ഇല്ലയോ എന്നുള്ളത്. നമുക്കിപ്പോ വിശ്വാസമുണ്ട്, സൈന്യം എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതെ, ബന്ധപ്പെട്ട ഇടത്തുനിന്ന് സൈന്യം എത്തുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഏറെ വൈകി എന്നത് കാര്യത്തിൽ സംശയമില്ല. എന്നിരുന്നാലും അതൊരു ആശ്വാസ വാർത്തയല്ലേ? ഭയങ്കര അനാസ്ഥ നടത്തുന്നത്. എന്നാലും വേണ്ടില്ല, നമുക്ക് നമ്മളെ കുട്ടീനെ കിട്ടിയ എന്തെങ്കിലും. ഒരുപാട് വൈകിപ്പോയി. ഇനിയെങ്കിലും അവര് വിളിച്ചല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. വൈകിട്ടാണെങ്കിലും വിളിച്ചതിന് നന്ദിയുണ്ട്. അർജുന്റെ സഹോദരി അഞ്ജു ആണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഈ ഒരു രീതിയിൽ ഏതായാലും ഇപ്പൊ കിട്ടി. നമുക്ക് നോക്കാം നാളെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ വിശ്വാസമുണ്ട്. അഞ്ജു, എല്ലാവരെയും പോലെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അർജുന്റെ സഹോദരി അഞ്ജു ആണ് നമ്മോടൊപ്പം ചേർന്ന്. ഇപ്പോൾ അഭിജിത്ത് പുഴക്കൊന്ന് വീണ്ടും ചേരുന്നു. അഭിജിത്ത്, ഈ അർജുന്റെ കുടുംബത്തിനും ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിവരം ലഭിച്ചിരിക്കുന്നു. സൈന്യം ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ. ഈ തെരച്ചിൽ ഇപ്പോൾ വൈകി അല്ലെങ്കിൽ ഇപ്പോൾ നിർത്തിവെച്ചു, മൊത്തത്തിലൊരു അലംഭാവം. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണോ കണ്ണാടിക്കലിലെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്? തീർച്ചയായും സുഹൈൽ, ഈ ആവശ്യങ്ങൾ തന്നെയായിരുന്നു കുടുംബം നേരത്തെ മുന്നോട്ട് വെച്ചത്. സമാനമായ ആവശ്യമാണ് നാട്ടുകാരും ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം സൈന്യത്തെ ഈ ഒരു രക്ഷാദൗത്യം ഏൽപ്പിക്കുക അത് നിരന്തരമായുള്ള കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു. ഇത്തരത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനം അത് അവിടെ ഉള്ള പ്രാദേശികമായ സംഘങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയില്ല. വളരെ ദുർഘടമായി പ്രതികൂല കാലാവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴാണ് എന്തുകൊണ്ട് സൈന്യത്തെ വിളിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം, ന്യായമായ ഒരു ചോദ്യം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. സമാനമായ രീതിയിലുള്ള ആവശ്യം അത് നാട്ടുകാർ ഉന്നയിക്കുന്നുമുണ്ട്. ഇപ്പോൾ നിലവിൽ സൈന്യത്തെ വിളിക്കും എന്നുള്ള കാര്യം ഔദ്യോഗികമായി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. നമുക്കതൊരു ശുഭസൂചകമായ ഒരു വാർത്തയല്ലേ? അഭിജിത്ത്, തിരികെ വരാം. ഇപ്പോൾ കോഴിക്കോട് MP MK രാഘവൻ നമ്മോടൊപ്പം ചേരുന്നു. സർ, ഇപ്പോൾ
നമ്മോടൊപ്പം കാർവാർ SP പ്രതികരിച്ചിരുന്നു. SP സൈന്യത്തിന്റെ സഹായം നാളെ രാവിലെ മുതലുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ കർണാടകത്തിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കർണാടകത്തിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശിവകുമാർ എന്നെ തിരിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു, നാളെ രാവിലെ സൈന്യം അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും, തീരുമാനമായി എന്ന് അദ്ദേഹം അറിയിച്ചു. സാർ, ഈ ഒരു ലാഗ് അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. സൈന്യത്തെ വേണമെങ്കിൽ ഇന്നും വിന്യസിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. രാവിലെ മുതൽ തെരച്ചിൽ ആരംഭിച്ചതാണ്. ഒപ്പം സൊഫിസ്റ്റിക്കേറ്റഡ് ആയ വെപ്പണറീസിന്റെ ഒരു അഭാവം പറയുന്നു. നാളെ മുതൽ അത്തരത്തിൽ കൂടുതൽ മെഷീനുകൾ എത്തിക്കുമെന്ന് പറയുന്നു. ഒരു അലംഭാവം മൊത്തത്തിൽ ചർച്ചയാകുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇന്ന് രാവിലെ മുതൽ ഈ സൈന്യത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംസാരിക്കായിരുന്നു. ഒന്നും തീരുമാനം വരാത്തോണ്ടാണ് ആരോടൊന്നും പറയാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ സൈന്യം റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി പോകാമെന്ന് അറിയിച്ചു. സാർ, നമുക്ക് അവസാനമായി ചോദിക്കണം, നമുക്ക് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുക്കം കിട്ടുന്ന അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അവര് ഈ ട്രക്കർ അവര് ഐഡന്റിഫൈ ചെയ്തെന്നാണ് കിട്ടുന്ന വിവരം അവിടെ നിന്ന്. അതായത് അർജുന്റെ ലോറി ഐഡന്റിഫൈ ചെയ്തു തന്നെയാണോ? അതാ, ഐഡന്റിഫൈ ചെയ്തെന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം അവിടെ നിന്ന്. ഓക്കെ, ഈ സമയത്ത് പ്രതികരിച്ചത് നന്ദി. MK രാഘവൻ MP ആണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. അർജുനായി തെരച്ചിൽ നാളെ സൈന്യം വരുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നാളെ കൂടുതൽ മിഷണറീസ് ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്ന് SP-യും 24 പ്രതികരിച്ചിരിക്കുന്നു. 5-ാം നാൾ ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ജിത്, തുടരാം. സുഹൈൽ, അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ വാർത്ത. അത് ശുഭസൂചകമായ ഒരു വാർത്തയാണ്. നമ്മൾ ഈ നാട്ടുകാരുമായി പ്രതികരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ പ്രതികരണവും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ്, നിരന്തരമായ ഇവരുടെ ആവശ്യമാണ്, എന്തുകൊണ്ട് സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ആ രീതിയിൽ വളരെ ഊർജിതമായ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ നടക്കുന്നില്ല. ദുർഘടമായ പ്രതികൂല ഘടകങ്ങൾ അവിടെ ഉണ്ട്. ആ ഘടകങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുക സൈന്യത്തിനാണ്. എന്തുകൊണ്ട് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ വസീഫ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സൈന്യത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കാൻ എന്നുള്ളൊരു വാർത്ത ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. വളരെ നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് പോസിറ്റീവായ ഒരു വാർത്തയില്ല. കാരണം കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ ഈ നാട്ടുകാരും ഇതേ ആവശ്യം ഉന്നയിച്ചായിരുന്നു ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ DYFI കഴിഞ്ഞ ദിവസം തന്നെ ഈ സൈന്യത്തെ ഏൽപ്പിക്കണം ഈ രക്ഷാദൗത്യം എന്ന് നേരത്തെ പറഞ്ഞതാണ്. സത്യത്തിൽ നമുക്കൊക്കെ വലിയ പ്രയാസം തോന്നുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മളാരും, പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളെയൊക്കെ നോക്കിക്കണ്ടവർ, രാജ്യത്ത് നോക്കിക്കണ്ടവരൊന്നും ആഗ്രഹിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള രക്ഷാപ്രവർത്തനമല്ല അവിടെ നടക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും അത്ര ഗൗരവത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമല്ല എന്നുള്ളൊരു ഫീലാണ് പൊതുവെ ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പൊ സൈന്യം ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷയുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അർജുനെ ജീവനോടെ നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ ഈ പ്രദേശത്തുകാരുടെ അർജുനെ, നമ്മുടെ പ്രിയപ്പെട്ടവനെ തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇതിൽ മറ്റു രാഷ്ട്രീയമോ മറ്റു ഉദ്ദേശമോ ഒന്നും ഇല്ലാതെ തന്നെ, കാരണം ഇത്രയും ദിവസമായി, 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒരു 1-2 JCB വെച്ച് മാത്രം ഇത്രയൊരു വലിയ ഏരിയയിൽ തെരച്ചിൽ നടത്തുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഏതായാലും തീർച്ചയായും വസീഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും നാൾ ആ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നിരുന്നു. പക്ഷേ നാളെ സൈന്യം എത്തുന്നു എന്നുള്ള വാർത്ത അത് കുടുംബത്തെ സംബന്ധിച്ച്, അർജുനെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച്, ഈ നാടിനെ ഒന്നാകെ അത് വളരെ ശുഭസൂചകമായ ഒരു വാർത്തയാണ്. ആ പ്രതീക്ഷ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്.